ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ആഷിഫ്. അപ്പോൾ നമ്മൾ ഇന്ന് ടാലിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്യുക, എക്സൽ വിത്ത് ആഷിഫ്. അതിൽ നമ്മൾ ഇവിടെ പ്ലേലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടാലിൻ്റെ ഫുൾ കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതായത് ടാലി ഇൻസ്റ്റാളേഷൻ മുതൽ കമ്പനി ക്രിയേഷൻ, ലെഡ്ജർ ക്രിയേഷൻ, വൗച്ചർ എൻട്രി, ജേണൽ ബുക്ക്, അതുപോലെ തന്നെ ഇൻവെന്ററി മാസ്റ്റർ ക്രിയേഷൻ, ഇതിൻ്റെ എല്ലാം വീഡിയോസും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കണ്ടിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് വെച്ചാൽ ടാലിയിൽ പർച്ചേസ് എങ്ങനെ എൻട്രി ചെയ്യാം എന്നാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പർച്ചേസ് എൻട്രി ചെയ്യാം. ഒരു സപ്ലയർ എടുത്തത് നമുക്ക് ഇൻവോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പർച്ചേസ് എൻട്രി ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലവർ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരും പ്ലേസും ഒന്ന് അയച്ചു തന്നാൽ അത് റിക്വസ്റ്റാണ് വരുത്ത് നമ്മളത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. തികച്ചും ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ഇതേപോലത്തെ ടാലി, എക്സൽ, അതുപോലെ തന്നെ മറ്റു ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ എല്ലാം വീഡിയോസും കാര്യങ്ങളെല്ലാം ആ ഒരു ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും വർക്കിങ്സും കാര്യങ്ങളുണ്ടെങ്കിൽ, എക്സൽ ഫയലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ടാലിൻ്റെ ഇൻ്റർഫേസ്. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ടാലി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള 6.0 ആണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വൗച്ചേഴ്സിലേക്ക് വരുന്നു. വൗച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഓരോരോ വൗച്ചേഴ്സ് കാണാം. നമ്മൾ അതിൽ പർച്ചേസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഏതൊരു കമ്പനി നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിലൊന്നുമില്ല, 0 ആണ്. അപ്പോൾ ജസ്റ്റ് പർച്ചേസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഇൻ്റർഫേസ് ആണ് പർച്ചേസിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, ഇതിലിപ്പോൾ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ പർച്ചേസ് എഴുതിയിട്ടുണ്ട്, ഇവിടെ സീരീസ് ഉണ്ട്, അതേപോലെ തന്നെ സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ടി നെയിം ഉണ്ട്, പർച്ചേസ് ലെഡ്ജർ ഉണ്ട്, പിന്നെ നെയിം ഓഫ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഇതിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അതായത് പ്രൊഡക്റ്റ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സർവീസ് അല്ല, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, വിൽക്കുന്നത്, റീസെല്ലിംഗ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഉണ്ട്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നിങ്ങൾ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഇവിടെ വരും. ഇവിടെ F11 ഫീച്ചേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം യൂസ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സ്. ഇത് എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്കൗണ്ട് കോളം വരും. ഇവിടെ നോ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്കൗണ്ട് കോളം വരില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് നമുക്കുള്ളത്. നമുക്കൊരു എൻട്രി ചെയ്യാം. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ജസ്റ്റ് അടിച്ചിട്ട് ഒന്നും കൂടെ വൗച്ചർ എടുക്കുന്നു, ജസ്റ്റ് പർച്ചേസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സപ്ലയർ ഇൻവോയ്സ് നമ്പർ ചോദിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു ഡോക്യുമെന്റ് നമ്പർ ഉണ്ടാകും. നമ്മളിപ്പോൾ നോർമലി സെയിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, സീരിയസ് ആണ്. അപ്പൊ അതുപോലെ സപ്ലയർ നമുക്കൊരു ഇൻവോയ്സ് തന്നു കഴിഞ്ഞാൽ അതിൽ അവരെ ഒരു ഡോക്യുമെന്റ് നമ്പർ ഉണ്ടാവും. അത് അവർക്ക് യുണീക്ക് നമ്പർ ആയിരിക്കും. കാരണം അത് റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. GST കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്യുന്നത് ആ ഒരു സീരീസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു നമ്പർ എന്താണോ ഡോക്യുമെന്റ് നമ്പർ അത് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അവരെ ചിലപ്പോൾ സെയിൽ SL 24 25 752 ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഡിപ്പെൻസ് ഓൺ സപ്ലയർ കേട്ടോ. അവർക്ക് എങ്ങനെ വേണമെങ്കിലും സീരീസ് നമ്പർ ഇടാം. ഒരു ആൽഫ ന്യൂമറിക് ആയിരിക്കും, ചിലപ്പോൾ ന്യൂമറിക് മാത്രം ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റ് നമ്പർ, ഇൻവോയ്സ് നമ്പർ അതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഡേറ്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇത് എന്ത് ഡേറ്റ് ആണ് ചോദിക്കുന്നത്? ഇവിടെ ഓൾറെഡി ഒരു ഡേറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്തിനാന്ന് ചോദിക്കുന്നത്? ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലയർ ഇൻവോയ്സ് എപ്പോഴാണോ അടിച്ചത് അവരെ ഇൻവോയ്സിലുള്ള ഡേറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അവർ നമുക്ക് ഇൻവോയ്സ് തന്നത് കഴിഞ്ഞ മാസം 31-ാം തീയതി അടിച്ച ബില്ലാണെങ്കിൽ നമുക്ക് ഈ മാസം 5-ാം തീയതി കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടത് കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ ഏത് മാസമാണ്, ഏപ്രിൽ മാസം 31-ാം തീയതി ആണെങ്കിൽ ഇവിടെ 31 ഏപ്രിൽ 2025 കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ 31 മെയ് 2025 കൊടുത്തു. സപ്ലയർ നമുക്ക് ബില്ലടിച്ച മാസമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ബുക്കിംഗ് ഡേറ്റ് ആണ്. അതിപ്പോൾ നമ്മൾ
മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസമാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ബുക്കിംഗ് ഡേറ്റ് ആണ്. ജൂൺ 1-നാണ് ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ ജൂൺ 1. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒരേപോലത്തെ ഡേറ്റ് കൊടുക്കാം. മോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉള്ളവരെല്ലാവരും ഇത് രണ്ടും ഒരേപോലെ ഡേറ്റ് കൊടുക്കൽ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സപ്ലയർ സ്റ്റേറ്റ്മെന്റ് നമ്മളെ സ്റ്റേറ്റ്മെന്റ് റീകൺസിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റും നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഡേറ്റും സെയിം തന്നെ കൊടുക്കാം. കാരണം ഡ്യൂ ഡേറ്റും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളെ എങ്ങനെയാണോ നിങ്ങളെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്യേണ്ടത്. ഇത് ആക്ച്വലി ഇത് ബില്ല്, അതായത് ഡോക്യുമെന്റ് ഡേറ്റ്, അവരുടെ ഡോക്യുമെന്റിലുള്ള ഡേറ്റ് ഏതാണോ അത് കൊടുക്കാനാണ്. ഇത് നമ്മളെ പർച്ചേസിങ് ഡേറ്റ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഒരുപോലെ കൊടുത്താലും പ്രശ്നമില്ല. പക്ഷെ ഇത് ഡോക്യുമെന്റ് ഡേറ്റ് തന്നെ ആയിരിക്കണം. ഇത് നിങ്ങൾ ജൂൺ 1-നാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ട് ജൂൺ 1 കൊടുക്കാൻ പാടില്ല. ഇത് ഡോക്യുമെന്റ് ഡേറ്റ് മാൻഡേറ്ററി ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഫീൽഡ് ചോദിക്കുന്നത് പാർട്ടി അക്കൗണ്ട് നെയിം. പാർട്ടി അക്കൗണ്ട് നെയിം എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ് അക്കൗണ്ട് കൊടുത്തിട്ട് പാർട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതല്ല നമ്മളൊരു GSTയിലെ ഒരു പാർട്ടിയുടെ ഏതാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പേര്, GST നമ്പർ, അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ പാർട്ടി ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ പാർട്ടി ഇപ്പം നില്ല്, ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്രിയേറ്റ് അടിക്കുന്നു. ക്രിയേറ്റ് അടിക്കുമ്പോൾ ഇവിടെ നെയിം ചോദിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് JR ഇലക്ട്രിക്കൽസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അവർ അണ്ടർ എന്താ കൊടുക്കണ്ടേ? അണ്ടർ സൺട്രി ക്രെഡിറ്റർ ആണ്. നമ്മൾ ഒരാളെടുത്ത് സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ക്രെഡിറ്റർ ആണ്. ഇവിടെ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബില്ല് ചോദിക്കുന്നുണ്ട്. എസ് കൊടുക്കുക. നമ്മൾ ബിൽ ബൈസ് ബില്ല്, അതായത് ഒരു ബില്ല് അനുസരിച്ചാണ് പേയ്മെന്റും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഡീഫോൾട്ട് ക്രെഡിറ്റ് പീരീഡ് ചോദിക്കുന്നുണ്ട്. നമുക്ക് സപ്ലയർ തരുന്ന ക്രെഡിറ്റ് ഡേയ്സ് എത്രയാണോ, 30 days ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എൻട്രി ചെയ്യുക. ക്രെഡിറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ നമുക്കൊരു ഒരു പീരീഡ് ഉണ്ടാവില്ലേ. ഇപ്പൊ നമ്മളൊരു സപ്ലൈ എടുത്ത സാധനം ബൾക്കായിട്ട് വാങ്ങുമ്പോൾ ഒരു 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ടൈം പീരീഡ് കൊടുക്കാനാണ് അവിടെ ഡേയ്സ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ചെക്ക് ഫോർ ക്രെഡിറ്റ് ഡേയ്സ് ഡ്യൂറിങ് വൗച്ചർ എൻട്രി അത് വേണമെങ്കിൽ ഇനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒഴിവാക്കാം. പിന്നെ ഇവിടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. എവിടെയാണോ അഡ്രസ്സ് വരുന്നത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കാം. സ്റ്റേറ്റ് എല്ലാം വളരെ മാൻഡേറ്ററി ആണ്. ഇതൊരിക്കലും മിസ്റ്റേക്ക് പറ്റാൻ പാടില്ല. കാരണം സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ GST കാര്യങ്ങളിലെല്ലാം IGST CGST എല്ലാം വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ് കൊടുക്കുക. പിൻകോഡ് നിങ്ങൾ കറക്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ബാങ്കിങ് ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് കൊടുക്കുക. അവർക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ കൊടുക്കുക. അവരെ GST നമ്പർ കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുക്കുക. അവർക്ക് മൾട്ടിപ്പിൾ GST ഉണ്ടെങ്കിൽ അവർക്ക് ഒരു GSTയും കൂടെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. വാണിംഗ് വരുന്നുണ്ട്. അത്രയും കൊടുത്തു. ഒരു GST നമ്പറും കൊടുത്ത് നമ്മൾ ചെയ്തു. ഇവിടെ റിസീപ്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിസീപ്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ റിസീപ്റ്റ് നമ്പറും റിസീപ്റ്റ് നോട്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുക. ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇവിടെ കൊറിയർ നെയിം കൊടുക്കാനും അതേപോലെ തന്നെ RR നമ്പർ കൊടുക്കാനും ഡേറ്റ് കൊടുക്കാനും ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. വെഹിക്കിൾ നമ്പർ കൊടുക്കാനുള്ള. അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മോഡ് ഓഫ് പേയ്മെന്റ് ചോദിക്കുന്നുണ്ട് 30 days. എന്തെങ്കിലും റെഫറൻസ് കൊടുക്കണമെങ്കിൽ അതും കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഇവിടെ പാർട്ടി സെലക്ട് ചെയ്യാൻ വേണം. നമ്മൾ പാർട്ടി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. JR ഇലക്ട്രിക്കൽസ് ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്ത് എൻ്റർ അടിച്ച് ജസ്റ്റ് അടുത്ത ടാബിലേക്ക് വരാം. ഇവിടെ നെക്സ്റ്റ് ചോദിക്കുന്നത് പർച്ചേസ് ലെഡ്ജർ ആണ്. പർച്ചേസ് ലെഡ്ജർ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് കൊടുക്കാം. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുന്നു. പർച്ചേസ് അക്കൗണ്ട് കൊടുത്തു. ഇവിടെ സൺട്രി ക്രെഡിറ്റർ എന്നുള്ളിടത്ത് പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുന്നു. ഇവിടെ ടൈപ്പ് ഓഫ് ലെഡ്ജർ കൊടുക്കുന്നുണ്ട്. ഇത് നോർമൽ ലെഡ്ജർ ആണ്. നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. ഇവിടെ ഇൻക്ലൂഡിങ് അസസബിൾ വാല്യൂ കാൽക്കുലേഷൻ ചോദിക്കുന്നുണ്ട്. നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. ഇവിടെ GST അപ്ലിക്കബിലിറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ GST ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ
അപ്ലിക്കബിൾ കൊടുക്കുക. ബാക്കിയെല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഐറ്റത്തിന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് HSNയും കാര്യങ്ങളെല്ലാം. അപ്പൊ ഇവിടെ ജസ്റ്റ് ആസ് പെർ കമ്പനി ആൻഡ് കമ്പനി ഓർ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് ഇവിടെ ഗുഡ്സ് കൊടുക്കുന്നു. ബാങ്കിങ് നെയിം കാര്യങ്ങളൊന്നും നോക്കണ്ട, ജസ്റ്റ് സേവ് ചെയ്യുന്നു. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സപ്ലയർ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ ഐറ്റം ആണ് കൊടുക്കണം. ഐറ്റം ക്രിയേഷൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ കൊടുക്കുക. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കാണാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ഐറ്റംസ് ഒന്നും ഇല്ല. ഒരു ഐറ്റം ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ സാംസങ് S23 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏലിയാസും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നില്ല. ഇവിടെ ഗ്രൂപ്പ് ജസ്റ്റ് മൊബൈൽ നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഗ്രൂപ്പ് കൊടുത്തു. ഇവിടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്, യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് ഞാൻ ഇവിടെ ജസ്റ്റ് നോസ് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ GST അപ്ലിക്കബിലിറ്റി ചോദിക്കുന്നുണ്ട്. അപ്ലിക്കബിൾ കൊടുക്കുന്നു. ഇതിന് GST ഉണ്ട്. HSN കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ HSN കോഡ് എന്താണോ ആ HSN കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഇൻവോയ്സിൽ അത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. HSN കറക്റ്റ് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതെ HSN നമ്പർ തന്നെ കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് എന്താണ് GST റേറ്റ് കൊടുക്കുക. നമുക്ക് ഇവിടെ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഹിയർ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. ഈ ഒരു ഐറ്റം ടാക്സബിൾ ആണോ, നോൺ GST ആണോ, നിൽ റേറ്റഡ് ആണോ, ഏതാണോ ഈ ഐറ്റം ടൈപ്പ് വരുന്നത് അത് കൊടുക്കുക. നമുക്ക് ഇത് ടാക്സബിൾ ആണ് ഈ ഐറ്റം, ടാക്സബിൾ കൊടുക്കുന്നു. എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ്? 18% ടാക്സ്. 18% സെലക്ട് ചെയ്യുന്നു. ഗുഡ്സ് കൊടുക്കുന്നു. ഇവിടെ എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ സാംസങ് S23 വന്നിട്ടുണ്ട്. ഇവിടെ ഇനി ക്വാണ്ടിറ്റി ആണ് കൊടുക്കേണ്ടത്. നമ്മളൊരു 5 ക്വാണ്ടിറ്റി കൊടുക്കുന്നു. റേറ്റ് ഏകദേശം 75,000 കൊടുക്കുന്നു. ഇനി അഡീഷണൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്കൗണ്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഐറ്റം ക്രിയേറ്റ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് കീ വരുന്നത് Alt+C ആണ്. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. ആ ഒരു ഫീൽഡിൽ വെച്ച് Alt+C അടിച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ലെഡ്ജറിന്റെ ഫീൽഡിൽ നിന്ന് Alt+C അടിച്ച് ചെയ്താൽ ലെഡ്ജർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇവിടെ ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യണു. iPhone 14 Pro കൊടുക്കുന്നു. ഇവിടെ ഏലിയാസ് i40 കൊടുക്കുന്നു. ജസ്റ്റ് ഗ്രൂപ്പ് മൊബൈൽ സെലക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ടാക്സ് അപ്ലിക്കബിൾ ആണ്. ഇവിടെ HSN കോഡ് കൊടുക്കുന്നു. ഇനി ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ടാക്സബിൾ 18%, ഗുഡ്സ്. എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു 3 പറയുന്നു. 85,000. ഓക്കെ, ഇപ്പോൾ അതിനൊരു ഐറ്റം കൂടെ നമ്മൾ ജസ്റ്റ് ലാപ്ടോപ്പും കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് മൊബൈലിൽ നിന്നെടുത്ത് ഒന്നും കൂടെ ലാപ്ടോപ്പ് എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഗ്രൂപ്പ്. ഇവിടെ ലാപ്ടോപ്പ് സെലക്ട് ചെയ്തു. ഇവിടെ കാറ്റഗറി നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. യൂണിറ്റ് നമ്പേഴ്സ് കൊടുക്കുന്നു. ഇവിടെ അപ്ലിക്കബിൾ കൊടുക്കുന്നു. HSN കോഡും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നോർമലി നേരത്തെ ചെയ്ത കണക്കിന് ടാക്സും കാര്യങ്ങളും കൊടുത്ത് സേവ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കുന്നു. 2 ഏകദേശം 65,000 കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ഐറ്റംസും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും നോർമൽ ബില്ല് പർച്ചേസ് ചെയ്യാനില്ലു. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ GST ബില്ലാണ് വാങ്ങിച്ചത്, സപ്ലയർ ചെയ്യുന്ന GST ഇല്ല ബില്ലാണ് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് GST കൂടെ കൊടുക്കണം. CGST, SGST അതല്ലെങ്കിൽ IGST കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് GSTയുടെ ലെഡ്ജറും കൂടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് എൻ്റർ അടിച്ച് വരാം. ഇവിടെ ഒരു എൻ്ററും കൂടെ കൊടുക്കാം. അപ്പോൾ ഈ എമൗണ്ട് കാണാം. ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട് 7,60,000. അതിന്റെ താഴെ കൈസർ വന്നിട്ട് കാണാം. ഇവിടെയാണ് നമ്മൾ CGSTയും SGSTയും ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ലെഡ്ജർ. അപ്പൊ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ക്രിയേറ്റ് അടിക്കുന്നു. ഇവിടെ എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് CGST. ഓക്കെ, CGST കളക്ട് ചെയ്യുന്നു. ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിന്റെ അണ്ടറിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സസ് കാണിക്കുന്നുണ്ട്. ഇവിടെ GST സെലക്ട് ചെയ്യുന്നു. ഇവിടെ എന്താണ് നമ്മൾ CGST ആണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ടാക്സ് ടൈപ്പ് CGST കൊടുക്കുന്നു.
പെർസെൻറ്റേജ് ഓഫ് കാൽക്കുലേഷൻ ചോദിക്കുന്നുണ്ട്. 9% ആണ് വരുന്നത്. ജസ്റ്റ് എൻ്റർ അടിക്കുന്നു, നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. റൗണ്ട് ഓഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, റൗണ്ട് ഓഫ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ റൗണ്ട് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോർമൽ റൗണ്ടിങ് കൊടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് 1 കൊടുക്കുന്നു, ജസ്റ്റ് സേവ് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ CGST ഇവിടെ വന്നിട്ടുണ്ട്. 9% ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് 68,400 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് SGST ആണ്. ആൾട്ട് C അടിക്കുന്നു, SGST കൊടുക്കുന്നു, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, ഇവിടെ GST കൊടുക്കുന്നു. ഇവിടെ കാണാം SGST കാണുന്നുണ്ട്, ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ 9% കൊടുക്കുന്നു, നോർമൽ റൗണ്ടിങ് കൊടുക്കുന്നു, 1 സെലക്ട് ചെയ്യുന്നു, സേവ് അടിക്കുന്നു. ഇപ്പൊ ഇവിടെ കാണാം നിങ്ങൾക്ക് CGSTയും വന്നു, SGSTയും വന്നു. അത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ 7,60,000 ബില്ല്, അതിൽ CGST 9% ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്, IGST 9% ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ടോട്ടൽ 68,400 വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും പോയിന്റും കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ റൗണ്ട് ഓഫും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ആൾട്ട് C അടിച്ചിട്ട് നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. റൗണ്ട് ഓഫ് എടുത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരുത്ത്. ഇപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു. ഇവിടെ ഡിസ്കൗണ്ട് ഇവിടെ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇൻവോയ്സ് റൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇൻവോയ്സ് റൗണ്ടിങ് കൊടുക്കുന്നു, നോർമൽ റൗണ്ടിങ് 1 കൊടുക്കുന്നു, ജസ്റ്റ് Ctrl A അടിച്ച് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ഒന്നും വരാത്തത് ഇവിടെ റൗണ്ട് ഓഫ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റും കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ റൗണ്ട് ഓഫ് വരുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പർച്ചേസ് എൻട്രി ചെയ്യുന്നത്. ഇത് എൻട്രി അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഇ-വേ ബില്ലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പർച്ചേസിന് നമുക്ക് ഇ-വേ ബില്ലും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സേവ് ചെയ്യുമ്പോൾ ഇത് ന്യൂ റെഫറൻസ് ആണ്, ന്യൂ കൊടുക്കുന്നു. ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഡോക്യുമെന്റ് നമ്പർ വന്നിട്ടുണ്ട്. ഇവിടെ 30 ഡേയ്സ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത ജൂണിലാണ്, 30 ദിവസത്തിനുള്ളിൽ ഈ ബില്ല് ഡ്യൂ ആവുമെന്ന് കാണിക്കുന്നുണ്ട്. ഡ്യൂ ഡേറ്റ് 1 ജൂലൈ 2025 കാണിക്കുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ്. ജസ്റ്റ് എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്തു നമ്മൾ. ഇപ്പൊ നമുക്ക് നോക്കാമെന്ന് ജസ്റ്റ് ഞാൻ പ്രിന്റ് എടുത്തതിന്റെ റിവ്യൂ എടുക്കുന്നു. നമ്മൾ ഈ ഒരു ബില്ലാണ് ഇപ്പൊ പർച്ചേസ് ചെയ്തത്. ഓക്കെ, അപ്പോ നമ്മളെ കമ്പനി ABC ലിമിറ്റഡ് JR ഇലക്ട്രിക്കൽസ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തു. സാംസങ് മൊബൈൽ S23 5 നമ്പേഴ്സ് 75,000 രൂപക്ക് 3,70,75,000. അതേപോലെ തന്നെ iPhone 14 Pro 3 എണ്ണം 85,000 രൂപക്ക് 2,50,50,000. ലാപ്ടോപ്പ് ആപ്പിൾ 2 എണ്ണം 65,000 രൂപന്റെ 1,30,000. ടോട്ടൽ 7,60,000. GST വരുന്നത് 9%, CGST 9%, SGST കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രമേ ഒരു പർച്ചേസ് എൻ്റർ ചെയ്യാനുള്ള പണിയുള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പർച്ചേസ് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളെല്ലാം വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കമന്റിൽ ജസ്റ്റ് അറിയിക്കാം. നിങ്ങളെ സപ്പോർട്ട് നമുക്ക് തിരിയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെയും കമന്റ് ചെയ്യുന്നതിലൂടെയും മാത്രമാണ്. അപ്പൊ അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് വിട്ടാൽ മതി. ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും, അതിൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ്.